രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് കൂലി. ഒരുപാട് പ്രതീക്ഷകളുള്ള ചിത്രമാണ് കൂലി എന്ന സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദർ. അതേസമയം സിനിമയുടെ ട്രെയിലർ ഓഗസ്റ്റ് 2-ന് പുറത്തുവിടും. ഹിറ്റടിക്കുമോ രജനീകാന്ത് ലോകേഷ് കനകരാജ് കോംബോ? ഒരുങ്ങിക്കോളൂ രജനി ആരാധകർ കൊണ്ടാടാൻ കാത്തിരിക്കുന്ന പടമിത എത്താറായി. ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. കൂലിയുടെ വിജയ തുറുപ്പുചീട്ട് എന്തായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ ഓരോ സിനിമാ പ്രേമികൾക്കിടയിലുമുള്ളത്. കൂലി ഉറപ്പാണ് 1000 കോടി അടിക്കുമെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, ആരാധകർ പറയുന്നതാണ്. കൂലി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒരു പക്ക മാസ് ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന സൂചന തന്നെയാണ് നിലവിലെ അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്താണ് സിനിമയുടെ പ്രമേയം. ഓഗസ്റ്റിൽ ബോക്സ് ഓഫീസ് യുദ്ധം തന്നെയാണ് കാണാൻ പോകുന്നത്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. ഓഗസ്റ്റ് 14-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തിയ ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി എന്ന പ്രത്യേകത തന്നെയാണ് ഇതിലെ പ്രധാന ഹൈലൈറ്റ്. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ ആമിർ ഖാനും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രം തന്നെയാണ് കൂലി. മാത്രമല്ല, ചിത്രത്തിന്റെ എല്ലാവരും കാത്തിരിക്കുന്ന ട്രെയിലർ നാളെയാണ് വരാൻ പോകുന്നത്. ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ട്രെയിലർ എത്തുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ആരാധകരും ആവേശത്തിലാണ്. നാളെ ആഘോഷിക്കാൻ തന്നെയാണ് രജനി ആരാധകർ കാത്തുനിൽക്കുന്നത്. മാത്രമല്ല, കൂലിക്ക് വമ്പൻ ഓഫറുകൾ വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചു എന്നതും ഏറെ ചർച്ചയായിരുന്നു. ഒരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വലിയ തുക തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു. കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു പീരീഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഇപ്പോഴിതാ കൂലിയെക്കുറിച്ച് സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. കൂലി എന്നൊരു ചിത്രം ഇന്റലിജൻസ് പടമാണെന്നാണ് അനിരുദ്ധ് പറയുന്നത്. മാത്രമല്ല, ഇത് രജനീകാന്ത് സാറിന്റെ ചിത്രമാണ്. ഞാനും അദ്ദേഹവും ഒന്നിച്ച സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതുപോലെ തന്നെയാണ് ലോകേഷ് കനകരാജും. രജനീകാന്തും ലോകേഷും ഒന്നിക്കുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകത തന്നെയാണ് അതിലെ മെയിൻ ക്യാരക്ടർ. ട്രെയിലർ പോലും പുറത്തിറങ്ങിയില്ലെങ്കിലും ചിത്രത്തിൽ വലിയ പ്രതീക്ഷകളാണ് ആരാധകർ നൽകുന്നത്. കൂലി ലോകേഷിന്റെ തിരക്കഥയിലെ മികവും പ്രകടമാകുന്ന ചിത്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിവെക്കട്ടെ എന്ന് തന്നെയാണ് സിനിമാ ലോകം കമന്റുകളായി അറിയിക്കുന്നത്. എന്തായാലും കൂലി എന്ന ചിത്രം രജനി ആരാധകർക്കുള്ള ഒരു പക്ക ആക്ഷൻ ചിത്രം തന്നെയായിരിക്കും സമ്മാനിക്കാൻ പോകുക എന്ന കാത്തിരിപ്പ് തന്നെയാണ് ഓരോ പ്രേക്ഷകരും അറിയിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.